ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹം ഹനുമതേ നമഃ. രാമായണ മാസം നല്ലൊരു വിഷയവുമായിട്ട് കടന്നു വരികയാണ് ഞാൻ. വാൽമീകി കവിശ്രേഷ്ഠന്റെ പൂർവാശ്രമം. വാൽമീകി കവിശ്രേഷ്ഠനെ നമ്മൾ സ്മരിക്കുന്നത് തന്നെ മാ നിഷാദ പ്രയോഗത്തിലൂടെയാണ്. അരുതേ കാട്ടാള എന്ന് പറയുന്ന സാമാന്യാർത്ഥം ആ സാമാന്യാർത്ഥത്തെക്കാൾ കവിഞ്ഞ മറ്റർത്ഥങ്ങൾ പലതും അതിന് കൽപ്പിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മാ നിഷാദ പ്രയോഗത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് അരുതേ കാട്ടാള. ഏതൊരു വാൽമീകിയാണോ കവിശ്രേഷ്ഠനായിട്ട് പരിണമിച്ചത്, അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടം ഒരു നിഷാദഭാവത്തിലായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രത്നാകരൻ എന്ന പേരുള്ള ഒരു കാട്ടാളൻ തന്റെ കുടുംബം പുലർത്തുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ഒരറുതിയുമില്ല. സംശൂന്യമായിട്ടുള്ള ജീവിതം നയിച്ചു പോകുന്ന അദ്ദേഹം സന്യാസി ശ്രേഷ്ഠന്മാരെയെല്ലാം തന്നെ തച്ചുപറിച്ചുകൊണ്ട് തന്റെ കുടുംബജീവിതം നയിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് മാനസിക പരിവർത്തനത്തിന് ഇട നൽകിയ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. നീ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ഫലം നീ തന്നെ അനുഭവിക്കുമോ, അതോ നിന്റെ വീട്ടുകാർ കൂടി കൂട്ടായിട്ട് അനുഭവിക്കുമോ? ഈ ചോദ്യം കേട്ടതോടുകൂടി എന്താണ് പറയേണ്ടത് എന്നറിഞ്ഞുകൂടാൻ സാധിക്കാത്ത ആ നിഷാദൻ, ആ കാട്ടാളൻ, വീട്ടിലേക്ക് എന്ന ഭാര്യയോട് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കിട്ടിയപ്പോഴാണ് ഒരു ബോധവൽക്കരണം. അതിലൂടെയാണ് വാസ്തവത്തിൽ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് പറയുന്നത് ഭാര്യ എന്ന് പറയുന്ന ഒരു കാട്ടാളത്തിയാണ്. നമ്മൾ ചിന്തിക്കേണ്ട സനാതന ധർമ്മത്തില് ഇന്നിപ്പോ പലരും ഇങ്ങനെ ഇകഴ്ത്തുകയും വളരെയേറെ ചെയ്യുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യും. സനാതന എന്ന അർത്ഥം പോലും അറിഞ്ഞുകൂടാ ചില കൂട്ടര്. ഇവിടെ സനാതം എന്ന് പറയുന്നത് വരുന്നു എന്ന് കാണാനുള്ളൊരു കഥാഗോളമാണ് പൂർവാശ്രമം. നമ്മളെല്ലാവരും തന്നെ ജനിക്കുന്ന ശൂദ്രസമാനന്മാരായിട്ടാണ്, നിരക്ഷര കുക്ഷികളായിട്ട് അജ്ഞാനത്തിലും അന്ധകാരത്തിലും ഇങ്ങനെ തപ്പിത്തടഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആ ആദ്യ കാലഘട്ടത്തിൽ നിന്നുള്ളൊരു തമസോമാ ജ്യോതിർഗമയായ ആഹ്വാനം, അതെല്ലാം തന്നെ സാർത്ഥകമാക്കുന്ന ഒരു പൂർവാശ്രമമാണ് വാൽമീകി കവിശ്രേഷ്ഠനുള്ളത്. രാമനുമായിട്ട് കണ്ടുമുട്ടും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സന്ദർഭത്തിലാണ് രാമനാമത്തിൻ മഹത്വം നിമിത്തമായി രാമ ഞാൻ ഇങ്ങീടിനെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഏതൊരു രാമന്റെ നാമമാണോ എന്നെ ഇത്തരത്തിൽ പരിണാമത്തിന് വിധേയനാക്കിയത്, ആ രാമനാമത്തിന്റെ മഹത്വം പ്രകീർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പൂർവ്വകഥയെല്ലാം തന്നെ ആ സന്ദർഭത്തിലാണ്. രാമനോട് തന്നെ തന്റെ പൂർവ്വകഥയെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് എപ്രകാരമാണ് ഞാൻ പരിണമിച്ച് ഇത്തരത്തിലായത് കവി സാർവഭൗമൻ എന്നെല്ലാം തന്നെ പറയുന്ന തപസ്സുകൊണ്ടാണ്. ഏതാണോ അദ്ദേഹത്തിന് നിയോഗിക്കപ്പെട്ടത്, ഏതൊരു തപസ്സിന്റെ കാലഘട്ടത്തിലാണോ ഏവം ജപിക്ക നീ ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം എന്നുള്ള നിർദ്ദേശം മനസ്സാ ശിരസ വഹിച്ചുകൊണ്ട് അദ്ദേഹം തപസ്സിൽ ഏർപ്പെട്ടത്, അനേകം വർഷങ്ങളുടെ ആ തപസ്സിന്റെ അദ്ദേഹം വാൽമീകം എന്ന് പറയുന്ന ചിതൽ കടിച്ച് തിന്ന് ആ ശരീരത്തെ ഇല്ലാതെയാക്കുന്ന ആ സന്ദർഭം സനാതനം എന്ന് പറയുന്ന വാക്കുമായിട്ടൊന്ന് യോജിപ്പിക്കാൻ സനാതന ധർമ്മികളായിട്ടുള്ള അന്വേഷിക്കണം. ശരീരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എത്രത്തോളം, ശരീരം എന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളത്, ശരീരമാദ്യം ഖല ധർമ്മസാധനം എന്ന് പറയുന്ന ഈ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ യോഗാവസ്ഥയിലെത്തിയാൽ, നേടേണ്ടത് നേടിക്കഴിഞ്ഞാൽ, കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിഷ്കരണം ത്യജിക്കണമെന്നുള്ള രീതി പറഞ്ഞു പഠിപ്പിക്കുന്ന രീതിയിലല്ലേ കാട്ടാളൻ ആയിരുന്ന വ്യക്തിയുടെ ശരീരം അത് ചെതൽപ്പുറ്റു വന്നുകൂടി ചെതലുകളെല്ലാം തന്നെ ഭക്ഷിച്ച് അതില്ലാതെയാക്കിയിട്ട് അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശരീരത്തെ പ്രദാനം ചെയ്തു എന്ന് പറയുമ്പോൾ, ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പരിണമിച്ചു വരിക, ഒരു സംസ്കാരത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിലേക്ക് കടന്നു വരിക, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ പോരുക, അജ്ഞാനി ഒരു ജ്ഞാനിയായിട്ട് മാറുക, ഇതെല്ലാം തന്നെ വളരെ ചിന്തനീയമാണ് ഈ പൂർവാശ്രമവും അതിനെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ആ ശ്രേഷ്ഠമായിട്ടുള്ള സന്യാസമതവും.
വളരെയേറെ ശ്രേഷ്ഠമായിരിക്കുന്ന വാൽമീകിയെ നമ്മൾ ഇരിക്കുന്നത് വേദവ്യാസന് തുല്യനായി. നാരദരെ നമുക്കൊത്തിലും കാണാം, വാൽമീകി രാമായണത്തിലും കാണാം. ഏതൊരു നാരദരാണോ ഈ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ശ്രേഷ്ഠമായിട്ടുള്ള ഈ കൃതികളെല്ലാം തന്നെ രചിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഭാഗവതമായാലും ഇതിഹാസത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്ന രാമായണമായാലും വാൽമീകി രാമായണമായാലും ഇതിനെല്ലാം തന്നെ പ്രചോദനം കൊടുക്കുന്ന നാരദൻ കണ്ടുമുട്ടുന്ന വ്യാസൻ തന്നെയല്ലേ വാൽമീകി എന്ന് ശങ്കിച്ചാലും തെറ്റില്ല. നമ്മുടെ സംസ്കാരത്തിൽ അനേകം ഇത്തരത്തിലുള്ള ശ്രേഷ്ഠമതികൾ സന്യാസി വര്യന്മാർ കാണുന്നുണ്ട്. അവരെല്ലാവരും നമ്മുടെ സംസ്കാരത്തിന് ചെയ്തിട്ടുള്ള നിസ്സാര സംഭാവനയുമല്ല. അക്കൂട്ടത്തിലാണ് ഇതിഹാസങ്ങളുടെ തിലകക്കുറിയായിരിക്കുന്ന ഈ രാമായണം എന്ന് പറയുന്ന വാൽമീകി രാമായണവും കടന്നു വരുന്നത്. അവിടെയാണ് വാസ്തവത്തിൽ ഏതിൽ നിന്ന് ഏതിലേക്ക്, ഇത് സനാതന ധർമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. നിരക്ഷരകുക്ഷിയായിട്ട്, ദാസീപുത്രനായിട്ട്, അല്ലെങ്കിൽ സംസ്കാര ശൂന്യനായിട്ട് ശൂദ്രൻ എന്ന് പറയുന്ന ആദ്യത്തെ പദവിയിൽ ജനിക്കുന്ന ഒരു വ്യക്തി ശൂദ്രനായിട്ട് മരിക്കാൻ വിധിക്കപ്പെട്ടവനല്ല എന്ന് പറയുന്ന രീതിയാണ് സനാതന ധർമ്മത്തിൻ്റെത്. നമ്മുടെ ധർമ്മത്തെ അവഹേളിക്കാൻ ശ്രമിക്കുന്നവർ ഇത്തരത്തിലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ജനിച്ചു വീഴുന്ന കുട്ടികൾ ആരായാലും അവരെല്ലാവരും ശൂദ്രസമാനന്മാര്, പശുസമാനന്മാര്, വിദ്യാവിഹീനന്മാര്, അവരാണ് പരിണമിച്ച് ബ്രാഹ്മണനാകുന്നത് എന്നുള്ള നഗ്നസത്യം അത് പ്രഖ്യാപിക്കാൻ തന്റെ ഇടമുള്ളൊരു സംസ്കാരമാണ് നമ്മളുടേത്. ഇവിടെയും നമ്മൾ കാണുന്നത് ഒരു നിഷാദൻ, ഒരു കാട്ടാളൻ എങ്ങനെ പരിണമിച്ച് സന്യാസി ശ്രേഷ്ഠനായി, എത്തരത്തിൽ അദ്ദേഹത്തിന് മാനിഷാദ എന്ന് പറയാൻ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അരുതേ കാട്ടാള എന്ന് അഭിസംബോധന ചെയ്യുന്നത് കാട്ടാളന്മാരോട്. തന്റെ തന്നെ ജീവിതം കാട്ടാളത്തം മുറ്റിനിൽക്കുന്നതായിരുന്നു എന്ന് ബോധ്യമുള്ളൊരു വ്യക്തിയാണ് അരുതേ കാട്ടാള. ഇണപ്പക്ഷികളിൽ ഒന്നിനെ ഇങ്ങനെ അമ്പെയ്തു കൊല്ലുന്ന കാട്ടാളനോടാണ് പറയുന്നത് എങ്കിൽ കൂടി അത് മാനവരാശിയോട് ഒട്ടാകെ പറയുന്ന ഒരു സന്ദേശമായിട്ടോ ഒരു ഉപദേശമായിട്ടോ നമുക്കെടുക്കാം. അരുതേ കാട്ടാള എന്നുള്ള ഈ പ്രയോഗം അദ്ദേഹത്തെയും മാറ്റിയെടുത്തത് സ്വ അനുഭവത്തിലൂടെ അദ്ദേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന രീതിയാണ് ആ പൂർവാശ്രമത്തിലൂടെ നമ്മൾ കാണേണ്ടത്. എല്ലാ തരത്തിലും പൂർവാശ്രമത്തിൽ എപ്രകാരമാണോ ഇദ്ദേഹം ജീവിതം നയിച്ചു പോകുന്നത്, പൂർവാശ്രമത്തിൽ യാതൊരു സംസ്കാരമില്ലാത്ത വ്യക്തിയെ എങ്ങനെയാണോ കുടുംബം പുലർത്തി പോകുന്നത്, ആ പൂർവാശ്രമം എല്ലാം തന്നെ ഇയാക്കുന്നു തപസ്സിലൂടെ. അതുകൊണ്ട് ഹൈന്ദവനായിട്ടുള്ള നമുക്ക് ശരീരത്തെ തപസ്സിന് വിധേയമാക്കണം എന്നുകൂടി കാണിച്ചു തരുന്നതാണ് അദ്ദേഹത്തിന്റെ പൂർവാശ്രമം. നമ്മൾ തന്നെ തപസ്സിന് വിധേയരാകണമെന്ന്. തപസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഷായ വേഷം ധരിക്കലോ അല്ലെങ്കിൽ ആനന്ദവട്ടം ഇതുപോലുള്ള ഓരോരോ പദവികൾ, പേരുകൾ ഇടലോ അല്ല. നമ്മൾ ജനിച്ചു വീണാൽ മരിക്കുന്നവരേക്ക് വിവിധ ആശ്രമങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും സന്യാസം എന്ന് പറയുന്ന വാനപ്രസ്ഥത്തിന് ശേഷം നമ്മൾ സ്വീകരിക്കുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ജനിച്ച മനുഷ്യൻ ശൂദ്രസമാനമായിട്ട് ജീവിക്കരുത്. അവന്റെ ജീവിതം ധന്യമായിരിക്കണം. അവൻ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട്, ബ്രാഹ്മണ പദവി അലങ്കരിച്ചുകൊണ്ട്, അതായത് സന്യാസി ആയിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ് അയാൾ സത്യത്തെ സാക്ഷാത്കരിച്ചവനായിരിക്കണമെന്നല്ലേ ഈ പറയുന്ന കഥയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് രാമ, അരുതേ എന്ന പ്രയോഗം അവിടെയും കാണാം. രാമ, രാത്രി അരുത്, രാവരുത്, ഇരുട്ട് എന്ന് പറയുന്ന രീതിയിൽ രാമായണം എന്ന് പറയുന്ന കഥാഗോളത്തിൽ അടങ്ങിയിരിക്കുന്നതും ഇരുട്ട് എന്ന് പറഞ്ഞ അജ്ഞാനം ഒരിക്കലും വരുത് എന്ന് തന്നെയാണ്. അപ്പോ ഒരു കാട്ടാളത്തം എന്ന് പറയുന്ന ജന്മനാ സിദ്ധമായിരിക്കുന്ന സ്ത്രീ, ജനിച്ചു വീഴുന്ന നിരക്ഷരകുക്ഷിയായിരിക്കുന്ന വ്യക്തി സാക്ഷരനാകുക, അവൻ ജ്ഞാനിയായിട്ട് മാറുക. അതുകൊണ്ടാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണ് വാസ്തവത്തിൽ ഈ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്, വിജ്ഞാനം എന്ന് പറയുന്നുണ്ട്, എന്താണ് അജ്ഞാനം എന്നും പറയുന്നുണ്ട്. തമിഴ് കൃതിയായിരിക്കുന്ന കൈവല്യ നവഗീതത്തിൽ എന്താണ് അജ്ഞാനം എന്ന് പറയുന്നു. ബ്രഹ്മമാൻ തന്നെത്താനേ മറന്നത് അജ്ഞാനം കേൾ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന കൈവല്യ നവനീതമാണ്. ബ്രഹ്മമാം തന്നെ താനേ മറന്നത് അജ്ഞാനം കേൾ. ഇവിടെയും പറയുന്ന കവിശ്രേഷ്ഠന്റെ ആ സവിധത്തിലേക്ക്, ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന രാമൻ കാണുന്നത് ഒരു പ്രമുഖനായിരിക്കുന്ന, ബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന, സാക്ഷാൽ ബ്രഹ്മം തന്നെയായിരിക്കുന്ന ഒരു ഈശ്വര സ്വരൂപത്തെയാണ്. രാമൻ ഉണ്ടാകുന്നതിന് മുമ്പല്ലേ ഇദ്ദേഹം രാമമന്ത്രം ജപിച്ചത്? രാമൻ ജനിക്കുന്നതിന് മുമ്പല്ലേ ഈ രാമമന്ത്രം അദ്ദേഹം ശ്രവിച്ചത്? രാമൻ അയോധ്യയിൽ ഈ പറയുന്ന ദശരഥപുത്രനായിട്ട് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഈ രാമമന്ത്രം ഇല്ലേ? അങ്ങനെ സനാതനം എന്ന് പറയുന്നൊരു വാക്ക് അത് അർത്ഥവത്താക്കി തീർക്കുന്ന ഒരു ജന്മവും കൂടിയാണ് വാൽമീകിയുടേത്. രാമമന്ത്രം സനാതനമാണ്. നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധിയും എന്തേ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ആ രാമമന്ത്രം തന്നെ ജപിച്ചുകൊണ്ട് എന്തേ വെടിയുണ്ടകളെല്ലാം തന്നെ മാറിടത്തിൽ ഏറ്റുവാങ്ങി. രാമമന്ത്രം ജപിച്ചുകൊണ്ട് എന്തേ വായിക്കുന്ന ഹനുമാൻ ശക്തനായി.
അപ്പൊ ഈ എല്ലാ തരത്തിലും രാമമന്ത്രം ചിരസ്ഥായിയായിട്ടുള്ളത്, ശാശ്വതമായിട്ടുള്ളത്, സനാതനമായിട്ടുള്ളത്. ആ മന്ത്രത്തിലാണ് രകാരവും മകാരവും. അത് രണ്ടും ഉൾക്കൊള്ളുന്ന ആ മന്ത്രത്തെക്കാൾ കേവമായിട്ടൊരു മന്ത്രമില്ല. താരക ബ്രഹ്മമന്ത്രം എന്നെല്ലാം പറയുന്ന ഈ രാമമന്ത്രം മരാമര എന്നാണ് ഉപദേശിച്ചു കൊടുത്തതെങ്കിലും അത് ജപിച്ച് രാമമന്ത്രത്തിലേക്കായ ആ കാട്ടാളന് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവി ലഭ്യമായത് ആ മന്ത്രത്തിന്റെ മഹാത്മ്യവും കൂടിയാണ്. രകാരം അഗ്നിയാണ് എങ്കിൽ, മകാരം അമൃതമാണ് എങ്കിൽ, അമൃതസ്വരൂപമായിരിക്കുന്ന ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാനായിട്ട് വെളിച്ചത്തിലൂടെ തന്നെ പോകണം. ഇരുട്ടിനെ നമ്മൾ വാസ്തവത്തിൽ ഓവർകം ചെയ്യണം എന്നുള്ള ഏറ്റവും ശരിക്കുന്ന സിദ്ധാന്തവും ഇദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലൂടെ കാണാം. ആ കഥകളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന നമ്മുടെ ഹൈന്ദവരുടെ ചിന്താഗതി ഇതെല്ലാം തന്നെ മാറേണ്ട സമയമായി. അത്തരത്തിൽ കഥകൾ കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ നമ്മുടെ സ്പീക്കറായാലും ഇതര വ്യക്തികളായാലും എല്ലാവരും മിത്ത് എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോഴും ആ മിത്തിലടങ്ങിയിരിക്കുന്ന സത്യത്തെ അനാവരണം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രകൃതം നമുക്കുണ്ടാകണ്ടേ. നമ്മൾ വാസ്തവത്തിൽ രാമായണം കഥയായാലും ഇതര കഥകളായാലും ആ കഥകളെല്ലാം തന്നെ എടുത്തുകൊണ്ട് അതിലൂടെ കിട്ടേണ്ട കാര്യത്തെ വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു ചുമതല നമുക്കില്ലേ? അപ്പൊ ആചാര്യ ശ്രേഷ്ഠന്മാരും നമ്മൾ എല്ലാവരും തന്നെ വാസ്തവത്തിൽ കഥകളിൽ അടങ്ങിയിരിക്കുന്ന സംഗതിയെ, സത്യത്തെ വെളിവാക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ അവിടെ സനാതനത്വം, ശാശ്വതമായിരിക്കുന്ന ഹൈന്ദവതത്വം, ഈശ്വരൻ എന്ന് പറയുന്ന ബ്രഹ്മതത്വം, ആ സത്യത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും. ഇതിന്റെ പ്രതീകമാണ് ഈ പറയുന്ന വാൽമീകി. വാൽമീകിയാണോ 24,000 ശ്ലോകത്തിലൂടെ വിശ്വപ്രസിദ്ധമായ വാൽമീകി രാമായണം എന്ന് പറയുന്ന ഇതിഹാസത്തെ രചിച്ചത്? അദ്ദേഹത്തിന്റെ സിദ്ധികളെല്ലാം തന്നെ ഉണ്ടായത് കാട്ടാളത്തത്തിൽ നിന്ന്, അതിലൂടെ കടന്നു വന്ന തപസ്സിലൂടെ, അതിലൂടെ അദ്ദേഹം ജപിച്ചു കൂട്ടിയ രാമമന്ത്രത്തിലൂടെ, നിത്യം മരാമര എന്ന് ജപിക്കാൻ കിട്ടിയ ഉപദേശമെല്ലാം തന്നെ ശിരസാ വഹിച്ചുകൊണ്ട്, തന്റെ ധർമ്മപത്നിയുടെ നിർദ്ദേശവും കൂടി കണക്കിലെടുത്തുകൊണ്ട് അവനവൻ ചെയ്യുന്നതിന്റെ കർമ്മഫലം അനുഭവിക്കണമെന്നുള്ള ഹൈന്ദവ സിദ്ധാന്തം, നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി അതിനെയെല്ലാം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇവിടെ ത്യജിക്കുന്ന, സന്യസിക്കുന്ന, സന്യസിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. തേന തെക്കേന ഭുഞ്ചീത എന്ന് പറയുന്ന ഈശാവാസ ഉപനിഷത്തിലെ ശ്രേഷ്ഠമായിരിക്കുന്നത് സ്വീകരിച്ചുകൊണ്ട് ശരീരം എടുത്തു എങ്കിൽ അത് ഭോഗത്തിന് മാത്രമല്ല, അതിനെ ത്യജിച്ചുകൊണ്ട് ഭോഗങ്ങളെയെല്ലാം തന്നെ നിരാകരിച്ചും അല്ലെങ്കിൽ നിഷേധിച്ചും അതിനെ നിയന്ത്രിച്ചും നമ്മൾ യോഗാവസ്ഥയിലേക്ക് കടക്കണമെന്ന് കൂടി ഇദ്ദേഹത്തിന്റെ ജീവിതം പഠിപ്പിക്കുന്നില്ലേ? യോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിന്ദുക്കൾ ജനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ഭോഗത്തിന്റെ പിന്നാലെ വരക്കം പായുമ്പോഴും ആ യോഗം എന്ന അവസ്ഥയെ മറക്കാതിരിക്കേണ്ട ഒരു ചുമതലയാണ്. ആ യോഗാവസ്ഥയെ പ്രാപിച്ച വ്യക്തിത്വമാണ് ഈ വാൽമീകി. ആയിരുന്ന വാൽമീകി, കാട്ടാളത്തെ ഉപേക്ഷിച്ച വാൽമീകി, ശരീരത്തെ മെരുക്കിയെടുത്ത വാൽമീകി, ആ യോഗസിദ്ധികളെല്ലാം തന്നെ കൈകാര്യം ചെയ്ത വാൽമീകി, കവി എന്ന് പറയുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പദവി, അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ കടന്നു വരുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന ആധ്യാത്മികത. അപ്പൊ ഇതെല്ലാം തന്നെ ഈ മുറ്റി നിൽക്കുന്ന ഒരവസ്ഥയ്ക്ക് ഒരു വ്യക്തി മാറണം എന്നുകൂടി അദ്ദേഹത്തിന്റെ പൂർവാശ്രമം നമുക്ക് നിർദ്ദേശം നൽകുകയാണ്. ജനിച്ചത് ആരുമായിട്ടാകട്ടെ, ശങ്കരാചാര്യസ്വാമികൾ പോലും പാടിയില്ലേ? അദ്ദേഹം മനീഷ പഞ്ചകത്തിൽ ഒടുവിൽ എന്താ പറഞ്ഞ? ആരായാലും എന്താ, ആ ഗുരുവിന്റെ മഹത്വം, ഏത് ജാതിയിൽപ്പെട്ടവനായാലും എന്താ അയാളുടെ മഹത്വം. കാരണം എന്താ? ഗുരു എന്ന് പറയുന്ന പദവി വരുമ്പോൾ സന്യാസിയായി, ഗുരു എന്ന് പറയുന്ന പദവി വരുമ്പോൾ ബ്രാഹ്മണനായി, ഗുരു എന്ന് പറയുമ്പോൾ ആ പദവി വരുമ്പോൾ മോക്ഷമായി. അപ്പൊ പുരുഷാർത്ഥങ്ങളായാലും ചതുരാശ്രമങ്ങളായാലും ഇതെല്ലാം തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്ന മോക്ഷപദവി എന്ന് പറയുന്ന ഈശ്വര സാക്ഷാത്കാരത്തിന്റെ അതിശക്തമായിരിക്കുന്ന ഒരു പ്രതീകമാണ് വാൽമീകി കവിശ്രേഷ്ഠൻ മാനിഷാദ. അപ്പോ മാനിഷാദ എന്ന് പറഞ്ഞ കാട്ടാളത്വം ഇല്ലാത്തൊരു വ്യക്തിത്വം വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്ന കാത്തു സൂക്ഷിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് കൂടി കാണിച്ചു തരികയല്ലേ ഈ പറയുന്ന മഹാനുഭാവൻ. രാമനെ കണ്ടുമുട്ടുന്നു, രാമമന്ത്രത്തിന്റെ മഹത്വമല്ലേ? രാമമന്ത്രം രാമൻ ജനിക്കുന്ന സ്വീകരിച്ച ഒരു മഹത് വ്യക്തിത്വം, രാമരാമ ജപിച്ചുകൊണ്ട് രാമനെ സാക്ഷാത്കരിച്ച മഹത് വ്യക്തിത്വം, അദ്ദേഹത്തിന് നേരിട്ട് സ്ഥൂല രൂപത്തിൽ അവതരിച്ച രാമനെ കാണാൻ ഇടയുണ്ടായതെന്ന് ആലോചിച്ചു നോക്കൂ. ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ വാൽമീകി എന്ന് പറയുന്ന മഹത്തായിരിക്കുന്ന വ്യക്തിത്വത്തെ നമ്മൾ മാനിച്ചു കഴിയൂ. ആ ജീവിത രീതിയെ നമ്മൾ അവലംബിച്ചു കഴിയൂ. നമ്മൾ എല്ലാവരും തന്നെ രാമമന്ത്രം ജപിച്ചേ മതിയാവൂ. ഈ കർക്കിടക മാസം, ഈ രാമായണ മാസം തീരുന്നവരേക്ക് മാത്രമല്ല, ആ ജന്മം, നമ്മൾ ജന്മം കഴിച്ചു കൂട്ടുന്നവരേക്ക് നിത്യവും നിതാന്തവുമായിട്ട് നമ്മൾ രാമമന്ത്രം ജപിക്കുക. ഓം രാം രാമായ നമ. ആ സന്ദേശവും കൂടി വാൽമീകിയുടെ പൂർവാശ്രമത്തിലൂടെ കടന്നു വരുന്നില്ലേ? രാമ രാമ, ആ രാമമന്ത്രം എല്ലാവരും ജപിക്കട്ടെ, താരകമന്ത്രം എല്ലാവരും ജപിക്കട്ടെ. ഭാരതാംബ ഒന്നുകൂടി ശക്തിയെ പ്രാപിക്കട്ടെ. രാമരാജ്യം എന്ന് പറയുന്ന ആ പ്രത്യേക പദവിയിലേക്ക് നാം ഉണരട്ടെ, ഉയരട്ടെ. ആ രാമപ്രതിഷ്ഠയെല്ലാം നടന്നിരിക്കുന്ന അയോധ്യ അതെല്ലാം തന്നെ മാതൃകയായിട്ട് മാറിയിട്ട് ഈ ഭാരതാംബയുടെ മാറിടത്തിൽ നമ്മുടെ സംസ്കാരം അങ്ങനെ വിളയട്ടെ, എല്ലാ തരത്തിലും വിലസട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഓം രാം രാമ.
രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ഹനുമാന്റെ സാന്നിധ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. ഏതായാലും ബാലാർക്കായുധ തേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്ത വാനരഗണൈസം സേവ്യ പാദാംബുജം നാദേനൈവ സമസ്ത രാക്ഷസഗണാൻ സന്ത്രാസയന്തം പ്രഭു. ഈ രാമമന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ വാദാത്മജനെ ധ്യാനിക്കുന്നു എന്ന്. അദ്ദേഹവും കൂടെ ഉണ്ടാകും. രാമമന്ത്രത്തിന്റെ പ്രത്യേകത അതാണ്. രാമൻ എവിടെയുണ്ടോ അവിടെ ഹനുമാനുണ്ട്. രാമമന്ത്രം ജപിക്കുന്നിടത്തോളം കാലം രാമന്റെ കൂടെ ഉള്ള ഹനുമാനെയും നമുക്ക് സിദ്ധമാകും. ഭാരതാംബയുടെ അത്യുന്നത പദവിയിലേക്ക് കടക്കാൻ രാമനും ഹനുമാനും അതുപോലുള്ള ഈ അവതാര സ്വരൂപങ്ങളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാമായണ മാസത്തിലെ ഈ സുദിനം എല്ലാ തരത്തിലും എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു.